നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു മുട്ടയിൽ ഇതുപോലെ കാപ്പി പിടിച്ചിരിപ്പ് ഒരു പതിവാണ് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഇരിപ്പില്ലായിരുന്നു, പക്ഷേ ഗോതമ്പ് ദോശ വെച്ചിട്ട് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ വേവിച്ച് വയ്ക്കുക, എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിച്ചാൽ മതി. ചിലർ കിഴങ്ങ് സെപ്പറേറ്റ് വേവിക്കുന്നതാണ്, ഞാൻ എല്ലാം കൂടി വേവിച്ചു. പിന്നെ ഇഞ്ചി ഇട്ടു, പച്ചമുളക് സവോളയും കൂടി ഇട്ട് നമ്മൾ സോട്ട് ചെയ്തതെല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ മസാല റെഡിയാണ്. നമ്മളിവിടെ കാനഡയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നത് ഒത്തിരി ശരിയാണ്. കാരണം നമുക്ക് ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്ന ഒരു സാധനമാണ് ഗോതമ്പ് ദോശ. ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഗോതമ്പ് ദോശ കഴിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയും ഒക്കെ മാറുന്ന സാഹചര്യം മാറുമ്പോഴത്തേക്കിനും ഇപ്പോഴല്ലേ അമ്മമാർക്ക് വിഷമം മനസ്സിലായത്. പണ്ട് ഈസി ആയിട്ട് രാവിലെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കണമായിരുന്നു. പക്ഷേ അന്നൊക്കെ നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ ദോശമാവ് കട്ടയിട്ടായിരിക്കാനായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ കഴിച്ചാലും അത് കട്ടയിട്ടു. അപ്പം ഇത് ഉണ്ടാക്കിയപ്പോൾ ഫുള്ള് ഞാൻ പണ്ട് ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞ് വെള്ളം വെച്ച കാര്യമൊക്കെ ഓർത്തത്. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് എന്തുകൊണ്ട് ഗോതമ്പ് ദോശ ഇഷ്ടപ്പെടും. പിന്നെ കുക്കിംഗ് ഒട്ടും അറിയാൻ മേലാത്ത ഒരാളായിരുന്നു ഞാൻ. കുക്ക് ചെയ്യാൻ തുടങ്ങി, ഓരോന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. കഴിഞ്ഞിട്ട് ഇതും ഒരു പരീക്ഷണമായിരുന്നു. ഇതുവരെ ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല. പിന്നെ സിസിക്ക് എൻ്റെ ഫ്രണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്ത് നോക്കി എങ്ങനെയല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചമ്മന്തി ഒന്നും ഉണ്ടാക്കാനുള്ള നേരില്ല, തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി വെച്ച് തന്നെ കഴിച്ച് നോക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുക. നമ്മൾ ഇത് മാത്രം മാറി അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം പഠിച്ചു വേറൊരു രാജ്യത്ത് വന്നതിനൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.